ഇൻഷുറൻസിൻ്റെ നാഷണൽ വിമൻ സേഫ്റ്റി പോളിസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ സെഷൻ. സോ ഈ പോളിസി സ്പെസിഫിക്കലി ഓൺലി ഫോർ വിമൻ, സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ഡിസൈൻ ചെയ്ത ഒരു സ്പെഷ്യൽ പോളിസിയാണ് നാഷണൽ ഇൻഷുറൻസിൻ്റെ. ഈ പോളിസി വളരെയധികം ബെനിഫിഷ്യൽ ആണ്, പ്രീമിയമും വളരെ കുറവാണ്. സോ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നാഷണൽ വിമൻ സേഫ്റ്റി പോളിസി ഇതൊരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസിയാണ്. 24 hours കവറേജ് ഉള്ള, വേൾഡ് വൈഡ് കവറേജ് ഉള്ള ഒരു ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് സ്ത്രീകൾക്ക് മാത്രം ഇഷ്യൂ ചെയ്യുന്ന ഒരു പോളിസിയാണ്. സോ പേഴ്സണൽ ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ആക്സിഡൻ്റൽ ഡെത്ത്, സ്പെസിഫൈഡ് ഡിസബിലിറ്റി ആൻഡ് പെർമനൻറ്റ് ഡിസേബിൾമെൻറ്റ്, ഈ 3 കവറേജസും ഈ പോളിസിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ കവറേജസിൽ ഫസ്റ്റ് വരുന്നത് ഡെത്ത്. സപ്പോസ് ഒരു അപകട മരണം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോളിസിയിൽ കിട്ടാവുന്ന ബെനിഫിറ്റ് നമ്മൾ എടുത്തിരിക്കുന്ന സം ഇൻഷുർഡിൻ്റെ 100%. സോ ഇതിനകത്തൊരു കണ്ടീഷൻ എന്ന് വെച്ചാൽ ദി ആക്സിഡൻറ്റ് വിച്ച് ഹാസ് ലെഡ് ടു ദ ഡെത്ത് ഷുഡ് ബി വിതിൻ ദ പോളിസി പീരിയഡ്. ഒരു പോളിസി നമ്മൾ എടുക്കുകയാണെങ്കിൽ ആ പോളിസി ഇറ്റ് ഈസ് ഫോർ 12 months. ഈ 12 monthsൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടാവണം. ദി ആക്സിഡൻറ്റ് ഷുഡ് ഹാപ്പൻ within this 12 months, and also the death that has occurred should be within 12 months from the date of accident. This particular condition idinathundu. If it is beyond 12 months, the claim will not be payable. Next coverage is specified disability, loss of 2 limbs or loss of 2 eyes or loss of 1 limb and 1 eye. This combination le namukku സപ്പോസ് നമുക്കൊരു സ്പെസിഫൈഡ് ഡിസബിലിറ്റി വരുവാണെങ്കിൽ സം ഇൻഷുർഡിൻ്റെ 50% അല്ലെങ്കിൽ 100% നമുക്ക് ഈ പോളിസിയിൽ ലഭിക്കുന്നതാണ്. സോ ഇതിനകത്തും സെയിം കണ്ടീഷൻ ഇസ് അപ്ലിക്കബിൾ. ആക്സിഡൻറ്റ് സംഭവിക്കുന്നത് വിതിൻ ദ പോളിസി പീരീഡ് ആയിരിക്കണം. ആൻഡ് ആക്സിഡൻറ്റ് സംഭവിച്ചതിന് ശേഷം നമുക്ക് ഡിസേബിൾമെൻറ്റ് വരുന്നത് അത് 12 മാസത്തിനകം ആയിരിക്കണം. ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് വിതിൻ 12 months. ഫോർ എക്സാമ്പിൾ, ഒരു പോളിസി നമ്മൾ 1st of January to 31st of December ആണ് നമ്മൾ എടുക്കുന്നത്. സോ June 1st ഒരു അപകടം സംഭവിച്ചു. ഓക്കെ, ദാറ്റ് ഈസ് പോളിസി സ്റ്റാർട്ട് ചെയ്ത് ആഫ്റ്റർ 6 months ഫസ്റ്റ് ആക്സിഡൻറ്റ് ഹാസ് ഹാപ്പൻ. പക്ഷെ ആ സമയത്തൊന്നും വലിയ ഡിസേബിൾമെൻറ്റ്സോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ ഡിസംബർ, ലൈക്ക് ആഫ്റ്റർ 6 months, ദ ഡിസബിലിറ്റി, അതിൻ്റെ ചികിത്സകൾ കാര്യങ്ങളെല്ലാം വന്നിട്ട് പെർമനൻ്റ് ആയിട്ട് ഒരു ഡിസേബിൾമെൻറ്റ് വന്നു കഴിഞ്ഞത് ഇൻ ഫെബ്രുവരി ആയിരിക്കും നെക്സ്റ്റ് ഇയർ. സോ ദാറ്റ് വിൽ ബി കവേർഡ് അണ്ടർ ദ പോളിസി. ബിക്കോസ് ഈ പർട്ടിക്കുലർ ക്ലോസ്, ദാറ്റ് ഈസ് ഡേറ്റ് ഓഫ് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് വിതിൻ 12 months ഡിസേബിൾമെൻറ്റ് സംഭവിച്ചിരിക്കണം. ദാറ്റ് ഈസ് ക്വൈറ്റ് എ ലോങ് പീരിയഡ്. സാധാരണഗതിയിൽ ഡിസേബിൾമെൻറ്റ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഇത്രയും ലോങ് പീരിയഡിൻ്റെ ആവശ്യമില്ല. സോ ഇഫ് ഇറ്റ് ഇസ് ഡിറ്റക്റ്റഡ് ആഫ്റ്റർ 12 months, ഇറ്റ് വിൽ നോട്ട് ബി പേയബിൾ അണ്ടർ ദ പോളിസി. സെയിം തിങ് ഇസ് ഫോർ പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ്. എന്താണ് പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ്? പെർമനൻറ്റ് ടോട്ടൽ ഡിസേബിൾമെൻറ്റ് എന്ന് വെച്ചാൽ എ പേഴ്സൺ ഇസ് പെർമനൻ്റ്ലി, ടോട്ടലി ആൻഡ് ആബ്സല്യൂട്ട്ലി ഡിസേബിൾ ഫ്രം എൻഗേജിങ് ഇൻ എനി എംപ്ലോയ്മെൻറ്റ് ഓർ ഓക്യുപ്പേഷൻ. ഒരു ജോലിക്കും പോകാൻ പറ്റാണ്ട് നമ്മുടെ സ്വയമായിട്ട് നമുക്ക് ഒരു ഡിസേബിൾമെൻറ്റ് ഫോർ ലൈഫ് ലോങ് അക്കർ ആവുകയാണെങ്കിൽ നമുക്ക് ഈ പോളിസിയിൽ 100% ഓഫ് ദ സം ഇൻഷുർഡ് ആണ് നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. അഗെയിൻ ആ 12 months പീരിയഡ്, ദാറ്റ് ഈസ് ആ പോളിസി പീരിയഡിൻ്റെ അകത്തായിരിക്കണം നമ്മുടെ ആക്സിഡൻറ്റ് സംഭവിക്കുന്നത്. ആൻഡ് ദറ്റ് ആക്സിഡൻറ്റ്, ദിസ് ഡിസേബിൾമെൻറ്റ് ഷുഡ് ബി വിതിൻ 12 months ഫ്രം ദ ഡേറ്റ് ഓഫ് ആക്സിഡൻറ്റ്. നേരത്തെ പറഞ്ഞ അതേ ക്ലോസ് തന്നെയാണ് ഇവിടെയും ആപ്ലിക്കബിൾ ആവുന്നത്. ഈ പോളിസിയുടെ സേലിയൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഈ പോളിസി ഇൻഡിവിജ്വൽ ബേസിസ് ആയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഓൺലി ഫോർ വിമൻ, സ്ത്രീകൾക്ക് മാത്രമായിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്ത ഒരു പോളിസിയാണ്. ഇതിൻ്റെ എൻട്രി ഏജ് എന്ന് വെച്ചാൽ 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാത്രമായിട്ട് കൊടുക്കാവുന്ന ഒരു സ്പെഷ്യൽ പോളിസിയാണ്. വളരെ കുറവ് പ്രീമിയമാണ് ഇതിൽ നമ്മൾ പ്രീമിയത്തിൽ വരുന്നത്. പിന്നെ ഈ 60 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കാവുമ്പോൾ 5% ലോഡിങ് ഉണ്ടാവും. ആൻഡ് 70 വയസ്സിൻ്റെ മുകളിൽ വരുന്ന സ്ത്രീകൾക്ക് ഫോർ റിന്യൂവൽ ടൈം നമ്മൾ 10% ഓഫ് ദ പ്രീമിയം ലോഡ് ചെയ്യുന്നതാണ്. ഈ പോളിസി 1 വർഷത്തേക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ അറ്റ് ദ ടൈം ഓഫ് റിന്യൂവൽ നമുക്ക് മനസ്സിലാവുകയാണ് ഇയാൾക്ക് ഫ്രോഡ് ഉണ്ട് അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ വി ഹാവ് ഓൾ ദ റൈറ്റ് ടു ഡിനൈ റിന്യൂവൽ.
നമുക്ക് ഫ്രോഡുലന്റ് ഗ്രൗണ്ട്സിൽ അല്ലെങ്കിൽ മിസ്റെപ്രസെൻറ്റേഷൻ ഉള്ള ഒരു ഇതിൽ നമുക്ക് പോളിസി റിന്യൂ ചെയ്യാതെ നോക്കാൻ പറ്റും. We can do that. Okay, the next important thing is the capital sum insured. Capital sum insured is the ultimate benefit that we get under the policy. എന്ത് നമുക്ക് അപകടം സംഭവിച്ചാലും നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റിന്റെ മാക്സിമം ആണ് ഈ ക്യാപിറ്റൽ സം ഇൻഷുർഡ്. ഇത് ബേസ് ചെയ്തിട്ടാണ് പ്രീമിയം വരുന്നത്. സോ വി ഹാവ് 5 പ്ലാൻസ്. പ്ലാൻ എ, ബി, സി, ഡി ആൻഡ് ഇ. സോ പ്ലാൻ എ ആണ് ഏറ്റവും ചെറിയ പ്ലാൻ ഫോർ 2 lakhs, പ്ലാൻ ബി 5 lakhs, പ്ലാൻ സി 10 lakhs, പ്ലാൻ ഡി 25 lakhs ആൻഡ് പ്ലാൻ ഇ 50 lakhs. For plan D, annual income should be at least 5 lakhs. അതായത് 25 ലക്ഷത്തിന്റെ പേഴ്സണൽ ആക്സിഡന്റ് കവറേജ് ഒരാൾക്ക് നമ്മൾ നൽകുമ്പോൾ വി ഷുഡ് ടേക്ക് എ പ്രൂഫ് അവർ ഇത്രയൊക്കെ സമ്പാദിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് ഒരു വർഷം 5 ലക്ഷം ഉള്ള ഇൻകം ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമ്മൾ 25 ലാക്സിന്റെ കവറേജ് കൊടുക്കാൻ പാടുള്ളൂ. ആൻഡ് ഫോർ പ്ലാൻ ഇ ദ ആനുവൽ ഇൻകം ഷുഡ് ബി 10 lakhs. കഴിഞ്ഞ 3 വർഷത്തിൽ 10 ലക്ഷം എങ്കിലും ഇൻകം ഉണ്ടാവുന്നവർക്ക് മാത്രമേ നമ്മൾ പ്ലാൻ ഇ, അതായത് ഹൈയസ്റ്റ് പ്ലാനുള്ള 50 lakhs കവറേജ് നമുക്ക് കൊടുക്കാൻ പാടും. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ഡിസ്കൗണ്ട്സ്. ഡിസ്കൗണ്ട്സ് നേരത്തെ പറഞ്ഞ പോളിസി പോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഡിസ്കൗണ്ട്, വെൽനസ് ഡിസ്കൗണ്ട് ആൻഡ് നോ ക്ലെയിം ഡിസ്കൗണ്ട് ആപ്ലിക്കബിൾ ആണ്. സോ വാട്ട് ഇസ് ഡയറക്റ്റ് ഡിസ്കൗണ്ട്? ഡയറക്റ്റ് ഡിസ്കൗണ്ട് ഇസ് എ കസ്റ്റമർ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് കയറി വരുന്നു, യാതൊരു ഇന്റർമീഡിയറിയും ഇതിൽ ഇൻവോൾവ് അല്ല, അല്ലെങ്കിൽ നമ്മുടെ സൈറ്റിൽ കയറി ഓൺലൈനായിട്ട് പോളിസി എടുക്കുമ്പോൾ നമ്മൾ 10% ഓഫ് ദ പ്രീമിയം പുള്ളിക്ക് ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കുന്നതാണ്. വെൽനസ് ഡിസ്കൗണ്ട് ഇസ് 1% ഓഫ് ദ റിന്യൂവൽ പ്രീമിയം. ഓക്കെ, സോ എപ്പോഴാണ് നമുക്ക് വെൽനസ് ഡിസ്കൗണ്ട് കൊടുക്കാൻ പറ്റുക? ഹെൽത്തി ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നവർക്ക്, ഫോർ എക്സാമ്പിൾ ഒരു ജിംനേഷ്യത്തിൽ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് നമുക്കത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ദേ ഷുഡ് ഒരു പ്രൂഫ് തരണം, ഇന്ന ജിംനേഷ്യത്തിൽ മെമ്പർഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ദേ ഷുഡ് സബ്മിറ്റ് എ പ്രൂഫ്. ഓൺലി ദെൻ വിൽ ബി ഗിവിംഗ്, ഓർ കസ്റ്റമർ ഷുഡ് ബി പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മാരത്തോൺ, സ്വിമ്മത്തോൺ ഓർ വാക്കത്തോൺ. അതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റ്സ് നമുക്ക് ലഭ്യമാക്കുമ്പോൾ നമുക്കത് 1% കൊടുക്കാൻ പറ്റും. ദ നെക്സ്റ്റ് തിങ് ഇസ് നോ ക്ലെയിം ബോണസ്, NCB. അതിനെ ഷോർട്ടായിട്ട് NCB എന്നാണ് പറയുന്നത്. അതായത് നമുക്ക് അടയ്ക്കാവുന്ന റിന്യൂവൽ പ്രീമിയത്തിൽ 5% ഡിസ്കൗണ്ട് കിട്ടുന്നത് എപ്പോഴാണ്? നമ്മൾ ക്ലെയിം ഫ്രീ ആയിട്ടുള്ള ഒരു പീരിയഡ്, ഒരു വർഷം മൊത്തം ക്ലെയിം ഫ്രീ ആയിട്ട് നമ്മൾ ചെയ്തതിന് പോളിസി കണ്ടിന്യൂ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇയർ നമുക്ക് 5% ഓഫ് ദ പ്രീമിയം വിൽ ഗെറ്റ് ഇറ്റ് ആസ് ഡിസ്കൗണ്ട്. ആ ഡിസ്കൗണ്ട് നമുക്ക് അപ് ടു 50% വരെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. 50% വരെ ഡിസ്കൗണ്ട് വരുമ്പോൾ അടയ്ക്കേണ്ട പ്രീമിയത്തിൽ പകുതി അടച്ചാൽ മതി. സോ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് ദാറ്റ് എ ക്ലെയിം നെവർ അക്കേഴ്സ് അണ്ടർ ദ പോളിസി. ഓക്കെ, ഇതിനകത്ത് വാട്ട് ആർ ദ ഡോക്യുമെന്റ്സ് റിക്വയർഡ്? സോ ഏതൊരു പോളിസി എടുക്കുമ്പോഴും നമ്മൾ ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് പ്രപ്പോസൽ ഫോം ആണ്. പ്രപ്പോസൽ ഫോം എല്ലാ കോളംസും വളരെ വൃത്തിയായിട്ട് ഫില്ല് ചെയ്യണം. പ്ലസ് നമ്മുടെ ഐഡന്റിറ്റി പ്രൂഫും അഡ്രസ് പ്രൂഫും സബ്മിറ്റ് ചെയ്യണം. സോ ദാറ്റ് ഇസ് ആധാർ കാർഡ് ആൻഡ് പാൻ കാർഡ്. സിൻസ് ഇൻകം ഇൻവോൾവ് ആയതുകൊണ്ട് പാൻ കാർഡ് നിർബന്ധമായിട്ടും മേടിക്കേണ്ടി വരും. ആൻഡ് സപ്പോസ് പാൻ കാർഡ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഫോം 60 ഓർ ഫോം 61 ആസ് പെർ റൂൾ 114B ഓഫ് ദ ഇൻകം ടാക്സ് റൂൾ 1962 ആയിരിക്കും ആപ്ലിക്കബിൾ ആവുക. സോ ആ 2 ഫോംസ് അവർ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. നെക്സ്റ്റ് ഇസ് റിസ്ക് ഗ്രൂപ്പ്സ്. നമുക്ക് 3 റിസ്ക് ഗ്രൂപ്പാണുള്ളത്: നോർമൽ റിസ്ക്, മീഡിയം റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. നോർമൽ റിസ്ക് ഇസ് ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അക്കൗണ്ടൻസ്, ആർക്കിടെക്ട്സ്, ബാങ്കേഴ്സ് ആൻഡ് ഇൻഷുറൻസ് എംപ്ലോയീസ്. നമ്മളെ പോലെയുള്ള ഇൻഷുറൻസ് എംപ്ലോയീസ് നോർമൽ റിസ്കിലാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് മീഡിയം. മീഡിയം റിസ്കിൽ കുറച്ച് ഹയർ ആയിട്ട് റിസ്ക് ഉള്ള കാറ്റഗറീസിൽ ബിൽഡേഴ്സ്, കോൺട്രാക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, വെറ്റിനറി ഡോക്ടേഴ്സ്, സർജൻസ് അങ്ങനെയുള്ളവരൊക്കെ മീഡിയം റിസ്കിൽ വരും. ദ നെക്സ്റ്റ് തിങ് ഇസ് വി ഹാവ് ദ ഹൈ റിസ്ക് കാറ്റഗറി. ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുന്നത് പീപ്പിൾ ഹു ആർ വർക്കിംഗ് ഇൻ അണ്ടർഗ്രൗണ്ട് മൈൻസ്, എക്സ്പ്ലോസീവ്സ്, മാഗസീൻസ്, വർക്കേഴ്സ് ഇൻവോൾവ് ഇൻ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വിത്ത് ഹൈ ടെൻഷൻ സപ്ലൈ. അങ്ങനെ വരുമ്പോൾ യൂഷ്വലി ലേഡീസ് ഇങ്ങനത്തെ വർക്കിന് പോകാറില്ല, ബട്ട് സ്റ്റിൽ റിസ്ക് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ കാര്യം പറഞ്ഞതാണ്. സോ ഈ റിസ്ക് ഗ്രൂപ്പ് മീഡിയം ആൻഡ് ഹൈ റിസ്ക് കാറ്റഗറിയിൽ വരുമ്പോൾ ദർ വിൽ ബി എ ലോഡിംഗ് ഓഫ് 10 and 15%. Sorry, 50%. Okay, 10 and 50. The next is the claimed document. ഒരു
ക്ലെയിം വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ വി ഷുഡ് റിപ്പോർട്ട് ടു അവർ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി either by mail or by letter, and we should fill the claim form with the entire details of the loss. നമുക്ക് വന്ന അപകടത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് വിത്ത് പ്രൂഫ് ക്ലെയിം ഫോമിൽ നമ്മൾ പറയേണ്ടതാണ്. എന്നാൽ മാത്രമേ ക്ലെയിം പ്രോസസ്സിങ്ങും കാര്യങ്ങളും എല്ലാം ഫാസ്റ്റ് ആയിട്ട് ക്ലെയിം സെറ്റിൽ ചെയ്യാൻ കമ്പനിക്ക് പറ്റുള്ളൂ. സോ ദിസ് ഇസ് അബൌട്ട് നാഷണൽ വിമൻ സേഫ്റ്റി പോളിസി. Premium and all is like it's depending upon the age and the sum insured. Premium chart ആയിട്ട് ഇവിടെ കാണിച്ചിട്ടില്ല. It's a very customer friendly and very beautiful policy which all women can take. വളരെ നിസ്സാര പ്രീമിയത്തിൽ we'll get coverage for 1 full year. So I hope all women take this policy. So this is about the policy. Thank you. എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. Thank you so much.